സസ്പെക്റ്റുകളെ പിടികൂടിയെന്ന വിവരം വരുന്നു. ബിനോയ് എന്നോടൊപ്പം ചേർന്നു കൊല്ലത്ത് നിന്ന്. ബിനോയ്, ഈ സോണിയാഗാന്ധിയുടെ ആക്ഷേപം വരുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. അയത്തുള്ള അലി ഖംനെയി കൊല്ലപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഈ മൗനം എന്നാണ് സോണിയാഗാന്ധി ചോദിക്കുന്നത്. അതിൽ ഇന്ത്യ ധൃതി പിടിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ദീർഘവ്യാപകമായ ഒരു പ്രശ്നത്തിന് വഴിവെക്കും എന്നുള്ളത് കൊണ്ടായിരിക്കുമോ മിണ്ടാത്തത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇത് തന്ത്രപരമായ ഒരു നിലപാടാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. ബിനോയ്, ഒരുപക്ഷെ സോണിയാഗാന്ധിക്ക് പിന്തുണയായിരിക്കും നൽകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. നമസ്കാരം മനു. അതൊരു ആക്ഷേപം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ആക്ഷേപമല്ല. ഇന്ത്യ എപ്പോഴും ലോകത്ത് ഇതുപോലെയുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധത്തിനൊക്കെ അഭിപ്രായം പറയാറുണ്ട്. നമ്മൾ എപ്പോഴും ഈ പാവങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. നമ്മുടെ ബഹുമാന്യ പ്രധാനമന്ത്രി കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പും ഇസ്രായേലിൽ പോയി തിരിച്ചു വരുന്നു. അപ്പൊ ഈ ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ആവശ്യമാവാം. പക്ഷെ ഇപ്പൊ അനാവശ്യമായുള്ള നയതന്ത്ര ബന്ധമാണ്. ഇപ്പോൾ ട്രംപിന് ഇപ്പോൾ ഒരു യുദ്ധക്കൊതിയനാണ്. ട്രംപ് ലോകത്ത് ആരെയൊക്കെ അടിച്ച്, അത് നമ്മുടെ വെനസ്വേലൻ പ്രധാനമന്ത്രിയെയും ഭാര്യയെയും